നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. ഷോർട്ട് കറണ്ട് അഫയേഴ്സ് 2025 ഡിസ്കഷൻ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകൾ. അപ്പോൾ യൂട്യൂബിൽ ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കറണ്ട് അഫയേഴ്സ് 2025 എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ്. അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് 2025 ഞാൻ എടുത്ത ഇതുവരെയുള്ള ക്ലാസ്സുകളെല്ലാം ഓർഡർ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോയാലോ. ആദ്യത്തെ ഫാക്ട് ഒരു ചുഴലിക്കാറ്റിനെ പറ്റിയാണ്, ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ്. ഈ ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടത് ബംഗാൾ ഉൾക്കടലിലാണ്. അപ്പൊ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഏത് ചുഴലിക്കാറ്റാണ് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും വൻ നാശനഷ്ടം ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റാണ്. ഈ ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏത്? സൗദി അറേബ്യ. സൗദി അറേബ്യയാണ് ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം. ഫെയ്ഞ്ചൽ എന്ന വാക്കിന്റെ അർത്ഥം സ്ട്രോങ് വിൻഡ്, അല്ലെങ്കിൽ സ്ട്രോങ് വിൻഡ് സ്റ്റോം എന്നൊക്കെയാണ് ഫെയ്ഞ്ചൽ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഇത് ബംഗാൾ ഉൾക്കടലിലാണ് രൂപപ്പെട്ടത്. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമാണ് വൻ നാശനഷ്ടം ഉണ്ടാക്കിയത് എന്ന് ഓർക്കുക. അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തെ പറ്റിയാണ്. വിക്രം സമ്പത്ത് എഴുതിയ ഒരു പുസ്തകം അടുത്തിടെ പ്രസിദ്ധീകരിച്ചു. ഇമ്പോർട്ടന്റ് ആണ്. ടിപ്പു സുൽത്താനെ കുറിച്ചുള്ള പുസ്തകമാണ്. ടിപ്പു സുൽത്താൻ ദ സാഗോ ഓഫ് മൈസൂർസ് ഇന്റർറഗ്നം. ടിപ്പു സുൽത്താൻ ദ സാഗ ഓഫ് മൈസൂർസ് ഇന്റർറഗ്നം എന്ന പുസ്തകം അടുത്തിടെ പ്രസിദ്ധീകരിച്ചു. ഈ പുസ്തകത്തിന്റെ രചയിതാവ് ആര്? വിക്രം സമ്പത്താണ്. വിക്രം സമ്പത്ത്. ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ADBയുടെ ആസ്ഥാനം എപ്പോഴും ചോദിക്കാറുണ്ട്. ഫിലിപ്പൈൻസിലെ മനില. ഫിലിപ്പൈൻസിന്റെ ക്യാപിറ്റൽ ആണ് മനില. അപ്പൊ ഫിലിപ്പൈൻസിലെ മനിലയാണ് ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം. ADBയുടെ പ്രസിഡന്റായി അടുത്തിടെ ചുമതലയേറ്റത് ആര്? പ്രതീക്ഷിത ചോദ്യമാണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം എപ്പോഴും PSC ചോദിക്കാറുണ്ട്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റായി അടുത്തിടെ നിയമിതനായത് മസാറ്റോ കാൻഡയാണെന്ന് ഓർക്കുക. മസാറ്റോ കാൻഡ. ഓക്കെ. രാജ്യത്തെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവലിംഗ് സ്റ്റേഷൻ സ്ഥാപിതമായത് എവിടെ? ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവലിംഗ് സ്റ്റേഷൻ സ്ഥാപിതമായത് ലഡാക്കിലെ ലേയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവലിംഗ് സ്റ്റേഷൻ സ്ഥാപിതമായത് എന്ന് ഓർക്കുക. 2024 വാക്കായിട്ട് ഓക്സ്ഫോർഡ് ഡിക്ഷണറി തെരഞ്ഞെടുത്ത വാക്ക് ഏത്? ബ്രെയിൻ റോട്ട് എന്ന വാക്കാണ്. ഓക്സ്ഫോർഡ് ഡിക്ഷണറി 2024 വാക്കായിട്ട് തെരഞ്ഞെടുത്ത വാക്ക് ഏതാണ്? ബ്രെയിൻ റോട്ട് എന്ന വാക്ക്. ബ്രെയിൻ റോട്ട് ഓർക്കുക. അടുത്ത ഫാക്ട്, 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് മിഷേൽ ബാച്ചിലെറ്റിലാണ്. മിഷേൽ ബാച്ചിലെറ്റ്. ആരാണ് ഈ മിഷേൽ ബാച്ചിലെറ്റ്? ചിലിയുടെ മുൻ പ്രസിഡന്റ് ആണ് മിഷേൽ ബാച്ചിലെറ്റ്. മിഷേൽ ബാച്ചിലെറ്റിനാണ് 2024 ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് ലഭിച്ചത്. ചോദിക്കാറുള്ള ഒരു ടോപ്പിക് ആണ് ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ്. ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് ഏർപ്പെടുത്തിയ വർഷം 1986. പുരസ്കാര തുക 25 ലക്ഷം രൂപയാണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യവും ഇമ്പോർട്ടന്റ് ആണ്. ഡിസംബർ 21. അടുത്തിടെ UN പൊതുസഭ ഡിസംബർ 21 ഏത് ദിനമായിട്ട് ആചരിക്കാനാണ് പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചാൽ വേൾഡ് മെഡിറ്റേഷൻ ഡേ ആണ്. ലോക ധ്യാന ദിനം അഥവാ വേൾഡ് മെഡിറ്റേഷൻ ഡേ ആയിട്ടാണ് ഡിസംബർ 21 ആചരിക്കാൻ UN പൊതുസഭ പ്രഖ്യാപനം നടത്തിയത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഇന്നും നാളെയും ഈദ് ഓഫർ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ഓൾറെഡി നല്ല ഫീസ് കുറവിലാണ് കോഴ്സുകളെല്ലാം പോകുന്നത്. ഈ 2 ദിവസം അതിൽ നിന്നും നിങ്ങൾക്ക് 10% വീണ്ടും ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കുമേ. അപ്പോൾ നാളെ രാത്രി 12 മണി വരെ ഓഫർ കാണത്തുള്ളൂ. നമ്മുടെ ആപ്പിലെ എല്ലാ കോഴ്സുകൾക്കും, ആപ്പിൽ റണ്ണിങ് ആയിട്ടുള്ള എല്ലാ കോഴ്സുകൾക്കും 10% ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്.
ഓക്കെ, അപ്പോൾ ആപ്പിൽ റണ്ണിംഗ് ആയിട്ടുള്ള കോഴ്സുകൾ മെയ് 21 ആരംഭിക്കുന്ന സെക്രട്ടേറിയറ്റ് OA പരീക്ഷയ്ക്ക് വേണ്ടി, സെക്രട്ടേറിയറ്റ് OA മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് റണ്ണിംഗ് ആണ്. പിന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ബാച്ച് കോഴ്സ് റണ്ണിംഗ് ആണ്. ഫയർ വുമൺ ബാച്ച് കോഴ്സ് റണ്ണിംഗ് ആണ്. സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടെയാണ്. സ്പെഷ്യൽ ടോപ്പിക്സ് ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ് സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടെയാണ്. SCRT NCRT ക്ലാസ്സുകൾ, ഫുൾ സിലബസ് കവറേജ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GK, പുതിയ SCRT, പഴയ SCRT എല്ലാം എല്ലാ കോഴ്സുകളിലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ 10th പ്രിലിംസ് 2025 വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് ഉണ്ട്. ഇനി വരാനിരിക്കുന്ന കമ്പനി LGS, ഒരുപാട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്ന പോസ്റ്റാണ്. ഡിഗ്രിക്കാർക്ക് പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കമ്പനി LGS വേണ്ടി ബാച്ച് കോഴ്സ് റണ്ണിംഗ് ആണ്. അതായത് 90 ഡേയ്സ് ടൈം ടേബിൾ അടക്കമുണ്ട്. അതുപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെഫ്കോ LD മുതലായ പരീക്ഷകൾക്ക് ബാച്ച് കോഴ്സ് റണ്ണിംഗ് ആണ്. ജനറൽ PSC ബാച്ച് കോഴ്സ് റണ്ണിംഗ് ആണ്. എല്ലാത്തിനും ഇപ്പോൾ 10% ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. റംസാൻ എന്ന കൂപ്പൺ കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതിയേ. അപ്പൊ എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ആപ്പിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ഡയറക്ട്ലി ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. വേറെ ആരോടും ചോദിക്കേണ്ട, എന്നോട് തന്നെ നിങ്ങൾക്ക് ഡയറക്ട്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്തോളാം. ദൃഢനിശ്ചയം എടുത്ത് ഇറങ്ങുകയാണ്, ഞാൻ സർക്കാർ ജോലി വാങ്ങിയിരിക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. അങ്ങനെ ഒരു ദൃഢനിശ്ചയം എടുത്തതിന്റെ പേരിലാണ് ഞാൻ ഇന്നൊരു സർക്കാർ ജോലിക്കാരിയായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഓക്കെ, ഞാൻ തന്നെയല്ലേ ഏറ്റവും വലിയ ഉദാഹരണം. അത് തന്നെ നിങ്ങളുടെ മുന്നിലേക്കുണ്ട്. ഓക്കെ, അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കുമേ. അപ്പോൾ December 21 ഫാക്ട് ആണ് പറഞ്ഞു നിർത്തിയത്. വേൾഡ് മെഡിറ്റേഷൻ ഡേ ഇനി വരുന്ന പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഡേറ്റ് ആണ്. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് ആരംഭിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ആരംഭിക്കുന്നത്. ജിമ്മി കാർട്ടർ ആരാണ്? അമേരിക്കൻ മുൻ പ്രസിഡന്റ് ആണ് ജിമ്മി കാർട്ടർ. അദ്ദേഹം സന്ദർശിച്ചതിന്റെ സ്മരണാർത്ഥം ഏത് സംസ്ഥാനത്തെ ഗ്രാമത്തിനാണ് കാർട്ടർപുരി എന്ന പേര് നൽകിയത് എന്ന് ചോദിച്ചാൽ ഹരിയാനയിലെ ഒരു ഗ്രാമത്തിനാണ് കാർട്ടർപുരി എന്ന പേര് നൽകിയത്. അത് എന്തിന്റെ സ്മരണാർത്ഥം? അമേരിക്കൻ മുൻ പ്രസിഡന്റായ ജിമ്മി കാർട്ടർ സന്ദർശിച്ചതിന്റെ സ്മരണാർത്ഥം. ഓക്കെ, തൊട്ടിയാർ വളരെ ഇമ്പോർട്ടന്റ്. അടുത്തിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കേരളത്തിലെ ജലവൈദ്യുത പദ്ധതി ഏത്? തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഇടുക്കി ജില്ലയാണ്. അപ്പൊ ഇടുക്കി ജില്ലയിൽ തന്നെയാണ് പുതിയ ജലവൈദ്യുത പദ്ധതിയായ തൊട്ടിയാറും ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്ന് ഓർക്കുക. UNEP UN പരിസ്ഥിതി പരിപാടി, യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെന്റ് പ്രോഗ്രാം 2024 ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്ക്? അപ്പൊ UNEP ഏർപ്പെടുത്തുന്ന പുരസ്കാരമാണ് ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം. അത് 2024 ലഭിച്ചത് മാധവ് ഗാഡ്ഗിൽ, പരിസ്ഥിതി പ്രവർത്തകനായ മാധവ് ഗാഡ്ഗിലിനാണ് പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർക്കുക. അടുത്ത ചോദ്യം ഓൾറെഡി PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. തന്തൈ പെരിയാർ സ്മാരകം അടുത്തിടെ ഉദ്ഘാടനം ചെയ്തത് എവിടെ? വൈക്കത്താണ്. ആരാണ് ഈ തന്തൈ പെരിയാർ? EV രാമസ്വാമി നായ്ക്കർ. ഈ സ്മാരകം ആരുടെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് അറിയോ? കേരളത്തിന്റെ ഉടമസ്ഥതയിലുള്ളതല്ല, തമിഴ്നാട് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സ്മാരകമാണ് തന്തൈ പെരിയാർ സ്മാരകം. അത് അടുത്തിടെ നവീകരിച്ച് ഉദ്ഘാടനം ചെയ്തത് വൈക്കത്താണ്. വൈക്കത്ത് വലിയ കവലയിലാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായ MK സ്റ്റാലിനാണ് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അപ്പൊ വൈക്കത്താണ് സ്മാരകം വന്നത് എന്ന് ഓർത്താൽ മതി. തന്തൈ പെരിയാർ ആരാണ്? പെരിയാർ ആരാണ്? EV രാമസ്വാമി നായ്ക്കർ. പെരിയാർ എന്നൊക്കെയാണ് നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. പെരിയോർ എന്നും പറയും കേട്ടോ. അടുത്തത്, പഞ്ചായത്ത് സേ പാർലമെന്റ് 2.0 ഇങ്ങനെ ഒരു പദ്ധതി ഏത് ആദിവാസി നേതാവിന്റെ 150ാം ജന്മവാർഷികത്തിൽ കൊണ്ടുവന്ന പദ്ധതിയാണ്? ബിർസ മുണ്ടയുടേതാണ്. ബിർസ മുണ്ട വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റാഞ്ചിയിലാണ് ബിർസ മുണ്ട വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. പഞ്ചായത്ത് സേ പാർലമെന്റ് 2.0 എന്ന പദ്ധതി ഏത് ആദിവാസി നേതാവിന്റെ 150ാം ജന്മവാർഷികത്തിൽ കൊണ്ടുവന്നതാണ് എന്ന് ചോദിച്ചാൽ ബിർസ മുണ്ടയുടേതാണ്. അപ്പൊ പറഞ്ഞ ഫാക്ട്സ് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം.
തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും വൻ നാശനഷ്ടം ഉണ്ടാക്കി അടുത്തിടെ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ്. ഇതിന് പേര് നൽകിയ രാജ്യം സൗദി അറേബ്യ. അടുത്തതൊരു പുസ്തകം വിക്രം സമ്പത്തിന്റെ പുസ്തകമാണ്, അടുത്തിടെ പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകം ഏതാണ്? ടിപ്പു സുൽത്താൻ ദ സാഗ ഓഫ് മൈസൂർസ് ഇന്റർറെഗ്നം. ADB ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റായി അടുത്തിടെ നിയമിതനായത് മസാറ്റോ കാൻഡെയാണ്. ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂലിംഗ് സ്റ്റേഷൻ, ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂലിംഗ് സ്റ്റേഷൻ സ്ഥാപിതമായത് ലഡാക്കിലെ ലേയിലാണ്. 2024 വാക്കായിട്ട് ഓക്സ്ഫോർഡ് ഡിക്ഷണറി തെരഞ്ഞെടുത്ത വാക്കാണ് ബ്രെയിൻ റോട്ട്. 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ചിലിയുടെ മുൻ പ്രസിഡന്റായ മിഷേൽ ബാച്ചലറ്റിനാണ്. ലോക ധ്യാന ദിനമായി അടുത്തിടെ തെരഞ്ഞെടുത്ത UN പൊതുസഭ പ്രഖ്യാപിച്ച ഡേറ്റ് ആണ് December 21 വേൾഡ് മെഡിറ്റേഷൻ ഡേ. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് സ്ഥാപിതമായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ജിമ്മി കാർട്ടർ, അമേരിക്കയുടെ മുൻ പ്രസിഡന്റായ ജിമ്മി കാർട്ടർ സന്ദർശനം നടത്തിയതിന്റെ സ്മരണാർത്ഥം ഹരിയാനയിലെ ഒരു ഗ്രാമത്തിന് കാർട്ടർ പുരി എന്ന പേര് നൽകി. തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി അടുത്തിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കേരളത്തിൽ. അത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് മാധവ് ഗാഡ്ഗിലിനാണ്. പ്രതീക്ഷിത ചോദ്യം. തന്തൈ പെരിയാർ സ്മാരകം നിലവിൽ വന്നത് വൈക്കത്തെ വലിയ കവലയിലാണ്. ഇത് തമിഴ്നാട് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സ്മാരകമാണ്. പഞ്ചായത്ത് സേ പാർലമെന്റ് 2.0 ഈ പരിപാടി ബിർസ മുണ്ടയുടെ 150ാം ജന്മവാർഷികത്തിലാണ് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത്രയും ഫാക്ട്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഒരുപാട് പ്രധാനപ്പെട്ട പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് എല്ലാം നിങ്ങൾ ചെറിയൊരു ബുക്കിനകത്ത് നോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പരീക്ഷയുടെ അന്ന് തലേ ദിവസം ഒക്കെ എടുത്ത് റിവൈസ് ചെയ്യാം, എളുപ്പമായിരിക്കും. ലെക്ചർ നോട്ട്സ് ആയിട്ട് എഴുതി പോയാൽ മതി. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇന്നും നാളെയും ഈദ് ഓഫർ അവൈലബിൾ ആണ്. ഇത്രയും വേഗം തന്നെ കോഴ്സ് എടുത്തോളാം, നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. ലിമിറ്റഡ് സീറ്റേ ബാക്കിയുള്ളൂ, അപ്പോൾ സീറ്റ് ഉറപ്പിക്കാം. ഓക്കെ, ലിങ്ക് ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് ഫോണിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അല്ല, ഫോണിലും കിട്ടും, കമ്പ്യൂട്ടറിലും കിട്ടും കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.